കൽപാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദധാനഃ ക്രോധാധയഗ്രീവമഭിദ്രുതോ ഭൂഃ. പദാനുപദം. ത്വം കൽപ്പാവധൗ, അങ്ങുന്ന് കൽപ്പാവസാനത്തിൽ, പ്രളയത്തിൻ്റെ ഒടുവിൽ, സപ്തമുനീൻ സപ്തർഷികളെ, പുരോവത് മുൻപെന്ന പോലെ, പ്രസ്ഥാപ്യ സ്ഥാനത്ത് ഉറപ്പിച്ച്, തം സത്യവ്രതഭൂമിപം ആ സത്യവ്രത രാജാവിനെ, വൈവസ്വതാഖ്യം വൈവസ്വതം എന്നു പേരുള്ള മനും മനുവാക്കി, ആദധാനഃ പ്രതിഷ്ഠിച്ചിട്ട്, ക്രോധാത് കോപത്തോടെ, ഹയഗ്രീവം ഹയഗ്രീവൻ്റെ നേരെ, അഭിദ്രുതഃ ആഭൂഃ പാഞ്ഞെത്തി. വിവർത്തനം. അങ്ങുന്ന് പ്രളയത്തിൻ്റെ ഒടുവിൽ സപ്തർഷികളെ ആകാശത്ത് യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും സത്യവ്രതനെ വൈവസ്വത മനുവാക്കി തീർക്കുകയും ചെയ്തിട്ട്, ബ്രഹ്മാവിൽ നിന്നു വേദങ്ങളെ അപഹരിച്ച ഹയഗ്രീവനെ വധിക്കാനായി പാഞ്ഞെത്തി. കൽപ്പം ഭാരതീയ പുരാണങ്ങൾ അനുസരിച്ചുള്ള ഒരു കാലയളവ്. കൃത, ത്രേത, ദ്വാപര, കലി എന്നിങ്ങനെ യുഗങ്ങൾ 4 ഈ 4 യുഗങ്ങളെയും ചേർത്ത് മഹായുഗം എന്നു വിളിക്കുന്നു. 43,20,000 വർഷമാണ് ഒരു മഹായുഗം. 1000 മഹായുഗങ്ങൾ ചേരുന്നതാണ് ഒരു കൽപ്പം. ഇത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണെന്നും ഒരു കൽപ്പത്തിനുശേഷം ലോകം അവസാനിക്കുമെന്നും സങ്കല്പിക്കപ്പെടുന്നു. എല്ലാ ഗ്രഹങ്ങളും മേടം രാശിയിൽ നിൽക്കുമ്പോൾ കൽപ്പം ആരംഭിക്കുകയും വീണ്ടും ഗ്രഹങ്ങളെല്ലാം അതേ രാശിയിൽ ഒന്നിക്കുകയും ചെയ്യുമ്പോൾ കൽപ്പം അവസാനിക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. കൽപ്പങ്ങൾക്ക് പുരാണങ്ങളിൽ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കൽപ്പത്തിന് ശ്വേതവരാഹം എന്ന പേരു നൽകിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.